നമ്മളിനി പോകുന്നത് മലയിടം തുരുത്തിലെ ഭൂമി പ്രശ്നം. അത് അതിസങ്കീർണമായ ഒരു ഭൂമി പ്രശ്നമാണ്. അതിലിപ്പോഴിതാ സർക്കാരിനെതിരെ സമരസമിതി രംഗത്ത് വന്നിരിക്കുകയാണ്. കണ്ണാട്ടു കുടുംബത്തിന് അനുകൂലമായാണ് മന്ത്രി അടക്കമുള്ളവർ നിലപാടെടുക്കുന്നത് എന്നതാണ് സമരസമിതിയുടെ ആരോപണം. കോടതി അനുവദിച്ച സമയം ഈ 16-ാം തീയതി അവസാനിക്കുകയാണ്. അതുവരെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ പോലീസിനെ ഉപയോഗിച്ച് ഇറക്കിവിടാൻ ആണ് നീക്കം. അതായത് ഈ ദളിത് കുടുംബങ്ങളെ ഇറക്കിവിടാനാണ് നീക്കം എന്നും സമരസമിതി ആരോപിക്കുകയാണ്. ഇതിൻ്റെ ഉടമ എന്ന് പറയുന്ന ശങ്കരൻ നായരുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ താല്പര്യത്തിനും വേണ്ടി മന്ത്രിയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ മാറിയിട്ടുണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ടായിരിക്കാം ചർച്ച മാറ്റിവെച്ചതെന്ന് സംശയമാണ് കേട്ടോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മന്ത്രിയും കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ ഉന്നതിയിലുള്ള ആളുകൾ അത് അംഗീകരിക്കാൻ എല്ലാ കാര്യങ്ങളല്ല ചർച്ചയോടുകൂടി ചില ഭേദഗതിയോടുകൂടി അംഗീകരിക്കുന്നതിന് തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഏകപക്ഷീയമായി അവർ ഈ കാര്യത്തിനകത്തൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഭാഗമായി ചർച്ച നടന്നിട്ടില്ല. ഇവിടെ പോലീസിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തി നരനായാട്ട് നടത്തി ഈ പാവങ്ങളെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കാം എന്നാണ് ചില ആളുകളും മന്ത്രി ഉൾപ്പെടെയുള്ള ചില ആളുകൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ ചർച്ച മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമരം അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് ആവശ്യമായ നടപടി കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ മന്ത്രിയും സ്വീകരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ഇതാ ഡാനി പോളാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഇതിൽ സുപ്രീം കോടതിയുടെ വിധി ഈ കുടുംബത്തിന് അനുകൂലമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ആ വാദത്തിൽ ഉറച്ചു നിൽക്കാം. കാരണം പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അവിടെ ദളിത് കുടുംബങ്ങളുടെ ഭാവി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണല്ലോ ഒരു സമവായ ചർച്ചയ്ക്ക് വഴി തുറന്നത്. പക്ഷേ അവിടെ ഏകപക്ഷീയമായി നിലപാടെടുക്കുന്നു എന്ന് സമരസമിതി പറയാൻ കാരണം എന്താണ്? സമരസമിതി ആഗ്രഹിക്കുന്നത് ഏത് നിലയിലുള്ള ഒരു പരിഹാരമാണ്? അഭിലാഷ്, ഇത് ഈ മലയിടം തുരുത്തിലെ വിഷയങ്ങൾ ഒരു ചർച്ചയിലൂടെ അവസാനിക്കുന്നു എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വരുമ്പോഴാണ് ഇപ്പോൾ CPM പിന്തുണയുള്ള അല്ലെങ്കിൽ CPM തന്നെ നേതൃത്വത്തിലാണ് ഈ സമരസമിതി എന്ന് പറയുന്നത്. ആ സമരസമിതിയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചർച്ച ഇന്നലെ രാത്രി നിശ്ചയിച്ചതായിരുന്നു. റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ ചേരുമെന്ന്. പക്ഷെ അവസാന നിമിഷമാണ് അത് മാറ്റിയത്. കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ റോജി എം ജോൺ പങ്കെടുക്കുന്ന ഒരു പരിപാടി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഈ സമരസമിതിയുടെ ആക്ഷേപങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് ഒരു കാര്യം, സമരസമിതി പറയുന്ന കാര്യം, തങ്ങളുമായിട്ടൊരു കാര്യമായ കൂടിയാലോചനകളില്ല, ഏകപക്ഷീയമായി തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സ്ഥലമുടമയ്ക്ക് അനുകൂലമായാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. സ്ഥലമുടമകളും ഇതേ രീതിയിൽ തന്നെയാണ് നേരത്തെയും നിലപാടെടുത്തത്. കാരണം ഇത് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും അവകാശപ്പെട്ട ഒരു ഭൂമിയാണ്. അതിൽ കോടതിയുടെ ഉത്തരവ് അനുകൂലമുണ്ട്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ചില ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നു. ഏതായാലും സർക്കാർ പറയുന്ന കാര്യങ്ങളോട് തങ്ങളും ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ഭൂമിയാണ്, അവകാശപ്പെട്ട ഭൂമിയാണ്, സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് നൽകാനായിട്ട് ശ്രമിക്കുന്നു. ഏതായാലും ഒരു മാനുഷിക വിഷയം എന്ന രീതിയിൽ തങ്ങളിപ്പോൾ അതിനെ തടയുന്നില്ല. ഏതായാലും ചർച്ചകൾ വരട്ടെ എന്നതാണ് അവരുടെയും പ്രതികരണമുണ്ടായത്. ഏതായാലും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ അവസാനവട്ട ചർച്ചയാണ്. ഇന്നലെ അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് തലേ ദിവസം പറഞ്ഞത്. പക്ഷെ അതുണ്ടായില്ല. ചർച്ച തന്നെ മാറ്റിവെക്കുകയും ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും മന്ത്രിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും എന്ന് ഉറച്ച ഒരു സംഭവമാണ് ഇതിപ്പോൾ ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോയിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. വൈകാതെ തന്നെ മന്ത്രിയുടെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മലയിടം തുരുത്ത് വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇനിയിപ്പോൾ സമരസമിതിയുടെ നിലപാടെന്താണ്, അവിടെ താമസിക്കുന്നവരുടെ നിലപാടെന്താണ് എന്നതുകൂടിയാണ് അതിൽ വ്യക്തമാകേണ്ടത്. അതായത് കോടതി അനുവദിച്ച സമയം 16-ാം തീയതി തീരുകയാണ്. അതിനു മുമ്പ് ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുമോ എന്നുള്ളതാണ്. സമരം CPM ഏറ്റെടുത്ത പശ്ചാത്തലമുണ്ട്. ജനപ്രതിനിധി VP സജീന്ദ്രൻ, മന്ത്രി റോജി എം ജോൺ അടക്കം അവിടെ എത്തുകയും ആ വിഷയം രമ്യമായി പരിഹരിക്കാൻ, ഒരു സമവായത്തിലൂടെ പരിഹരിച്ച് ഇതിന് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ചർച്ച മാറ്റിവെച്ചതിൽ ഉൾപ്പെടെ ഇനി വ്യക്തത കൈവരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.